ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? ദൈവം എന്തിനാണ് തൻ്റെ മക്കളാക്കി നമ്മെ തീർത്തത്? ഫലം കായ്ക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങി നിന്നതായ നമ്മയ്ക്ക് വളവും വെള്ളവും ഒക്കെ നൽകുന്നത് ദൈവം തരുന്നത് എന്തിനാണ്? ദൈവമക്കളെ, നമ്മൾ ഫലം കായ്ക്കാൻ. ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ ദൈവം വെട്ടിക്കളയും. ഈ പകൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രധാനമായ വിഷയം നമ്മൾ ഫലം കായ്ക്കുന്നവരാകണം. അവിടെ വായിച്ചത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. നമ്മൾ ആരും ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. നാം ദൈവത്തെ വാങ്ങിച്ചതല്ല, ദൈവമാണ് നമ്മളെ വാങ്ങിച്ചത്. നാം ദൈവത്തെ പിടിച്ചതല്ല, ദൈവമാണ് നമ്മളെ വീണ്ടെടുത്തത്. താണകുഴിയിലും കിടഞ്ഞ ചേറ്റിലുമായിരുന്നു നമ്മെ കർത്താവ് പിടിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നത് എന്തിനാണെന്നറിയാമോ? അനേകരുടെ മുൻപിൽ നല്ല ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. നമ്മളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ, നമ്മളെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരണം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നല്ല ചില ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കണം. ദൈവം നമുക്ക് തന്ന ആയുസ്സും ആരോഗ്യവും നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനാകണം. നല്ല ഫലം കായ്ക്കണമെങ്കിൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കാൻ കഴിയൂ. പരിശുദ്ധാത്മാവനാകുന്ന നദിക്കകത്തേക്ക് വേരൂന്നി ജീവിക്കുന്ന ഏതൊരു ദൈവവൈതനും നല്ല ഫലങ്ങളെ കായ്ക്കുവാൻ കഴിയും. പക്ഷെ ഫലം കായ്ക്കാതിരിക്കത്തക്ക നിലയിൽ ശത്രു കാറ്റടിപ്പിക്കും, മഴ പെയ്യിപ്പിക്കും, വളരെ ശക്തമായ പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷെ ആ പ്രതികൂലത്തിന്റെ നടുവിലും നല്ല ഫലം കായ്ച്ചു നിൽക്കുവാനാ നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം കട്ടത മറന്ന്, വേദന മറന്ന്, ദൈവത്തോട് ഒന്നുകൂടെ പറ്റിച്ചേർന്ന് നിന്ന് ആത്മശക്തി പ്രാപിച്ച്, ദൈവകൃപ പ്രാപിച്ച്, അഭിഷേകത്തിന്റെ തീയുടെ ശക്തിയാ നിൽക്കുന്ന ദൈവവൈതരെ, എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ ഒന്നോർത്തുകൊള്ളുക, നമ്മൾ തകരാനുള്ളതല്ല, നമ്മൾ വീണു പോകാനുള്ളതല്ല. പിന്നെയോ ദൈവത്തിന് വേണ്ടി ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാ. ആത്മാവിന്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, ദയ, ഇവയൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ദേശത്ത് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ നിന്നാൽ നമ്മളിൽ കൂടെ അനേക ദൈവത്തെ അറിയുവാനിടയായി തീരും. ആകയാൽ ഇന്ന് പകൽക്കാലം നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്ന മക്കളായി, ദൈവസ്നേഹം അർത്ഥാൽ വേർപെട്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും വേർപാടുള്ളവരായി മറ്റുള്ളവർ മുമ്പിൽ തിളച്ചു മറിയുന്ന ഒരാത്മീയ അനുഭവമുള്ള ദൈവവൈതലായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു. നിങ്ങൾ അതിനായ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ദൈവമേ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഈ ലോക ജീവിതം കഴിച്ച് മുൻപോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം അതിനായി ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.